നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് മലയാള വർഷം 1202 ചിങ്ങം 1, മലയാളികളുടെ പുതുവർഷം. കേരളക്കരയുടെ മഹോത്സവമായ ഓണത്തിന്റെ കേളികൊട്ട് നാടാകെ ഉയരുകയായി. പാതയോരത്തും തൊടികളിലും നാട്ടുപൂവുകൾ മിഴി തുറക്കുകയായി. പോക്കുവെയിലിൽ തുമ്പികൾ നീന്തി തുടിക്കുകയായി. കണ്ണുകളിൽ പ്രതീക്ഷയുമായി സ്വപ്നങ്ങളുടെ ചിറകുകളണിഞ്ഞ് നമുക്ക് വരവേൽക്കാം പുതുവർഷത്തെ. പുതുവർഷത്തിന്റെ ആദ്യ സന്ധ്യാദീപം നമുക്ക് ഒരുമിച്ച് തെളിയിക്കാം. ഈണത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു വൃത്തമാണ് അനുഷ്ടുപ്പ്. അതുകൊണ്ട് തന്നെ ധാരാളം പ്രാർത്ഥനകൾ അനുഷ്ടുപ്പ വൃത്തത്തിലുണ്ട്. ശുക്ലാം ഭരതരം വിഷ്ണു സരസ്വതി നമോസ്തുഭ്യം മുതലായ ശ്ലോകങ്ങളെല്ലാം ഈ വൃത്തത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. വാൽമീകി രാമായണം മുഴുവനും എഴുതിയിരിക്കുന്നത് ഈ വൃത്തത്തിലാണ്. ഇന്നത്തെ സന്ധ്യാനാമത്തിന്റെ സമയമായി കേൾക്കാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇന്നി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതുമറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കേണം നമ്മുടെ. സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കേണമേവരും. കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. ഹരിശാശ്രു പരിപ്ലുതനായിട്ടു പുരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകിച്ച മഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങൾ അശേഷം ഒഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. കൊതിച്ചിടുന്നു ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനുമപ്പോഴേ. ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല ഇന്നതു കൊണ്ടേതും. പരിതാപം മനസ്സിൽ മുഴുകേണ്ട, തിരുനാമത്തിൻ മാഹാത്മ്യം
കേട്ടാലും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. പ്രാചീന ഭാരതത്തിലെ ഒരു പ്രധാന പുണ്യസ്ഥാനമാണ് നൈമിഷാരണ്യം. ശ്രീരാമൻ യാഗം നടത്തിയ സ്ഥലം, ലവകുശന്മാർ ആദ്യമായി ആദികാവ്യം പാരായണം ചെയ്ത സ്ഥലം, വ്യാസമഹർഷി വേദങ്ങൾ ക്രോഡീകരിച്ച് പകുത്ത സ്ഥലം, ദദീചി മഹർഷി വജ്രായുധത്തിനായി തൻ്റെ അസ്ഥികൾ ദാനം ചെയ്ത സ്ഥലം എന്നീ രീതിയിലെല്ലാം വളരെ ശ്രേഷ്ഠമായ സ്ഥാനമാണ് നൈമിഷാരണ്യം. ഇനി മുതലുള്ള കഥാകഥനവും കഥാശ്രവണവുമെല്ലാം ഈ നാമത്തിൽ തന്നെയാകട്ടെ. ഇന്ന് എളിമയിലൂടെ മഹത്വം നേടിയ തുമ്പപ്പൂവിൻ്റെ കഥ കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നൈമിഷാരണ്യത്തിൻ്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഒരു പൊന്നിൻ ചിങ്ങാശംസകൾ നേരുന്നു. ചിങ്ങമാസം പിറന്നു. ഇനി അങ്ങോട്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണത്തെ വരവേൽക്കാനുള്ള കാത്തിരിപ്പാണ്. ഉത്രാടവും തിരുവോണവും ഒക്കെ ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെയൊക്കെ വീട്ടുപടിക്കൽ എത്തി നമ്മളെ വിളിച്ചുണർത്താൻ കാത്തു നിൽക്കുകയാണ്. അപ്പം ഈ ഒരു പൊന്നിൻ ചിങ്ങമാസത്തിൽ ഏത് കഥ ഇന്നേ ദിവസം ചർച്ച ചെയ്യണം എന്നുള്ള ആശയം മനസ്സിലേക്ക് വന്ന സമയത്ത് മലയാളിയുടെ പ്രതീകമായിട്ടുള്ള, മലയാളിയുടെ നൈർമല്യത്തെ സൂചിപ്പിക്കുന്ന, നമുക്കൊക്കെ പ്രിയപ്പെട്ട തുമ്പപ്പൂവിൻ്റെ കഥയാണ് ഇന്നത്തെ നൈമിഷാരണ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തുമ്പപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ തന്നെ ഒരു പ്രതീകമായിട്ട് പലപ്പോഴും നമ്മൾ എടുക്കാറുണ്ടല്ലോ അല്ലേ. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മൾ പറയാറുള്ളത് തുമ്പപ്പൂ പോലത്തെ ചോറ് എന്നാണ്. പല ആളുകളുടെയും മനസ്സിനെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത് അയാളുടെ മനസ്സ് ഒരു തുമ്പപ്പൂ പോലെയാണ് എന്നാണ്. ഇത്രയധികം വൈശിഷ്യം ഈ ഒരു കുഞ്ഞു പൂവിന് എങ്ങനെ വന്നു എന്നുള്ള ആ കഥ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓണക്കാലത്ത് ഏതൊരു പൂക്കളുണ്ടെങ്കിലും ആ പൂക്കളത്തിൽ പ്രഥമസ്ഥാനീയം മറ്റേതൊക്കെ പൂക്കളുണ്ടായിട്ടും കാര്യമില്ല, അതിനകത്ത് തുമ്പപ്പൂവിൻ്റെ സാന്നിധ്യം വേണമെന്ന് നിർബന്ധമാണ്. അപ്പം ഇത്രയധികം പ്രാധാന്യം ആ പൂവിന് വന്നതിന് പുറകിൽ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാവുമല്ലോ. നിരവധിയായിട്ടുള്ള കഥകളാണ് തുമ്പപ്പൂവിന് പുറകിലുള്ളത്. ഒന്ന്, മഹാബലിയുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാറുണ്ട്. ഈ വിശ്വജിത്ത് എന്ന് വിളിക്കപ്പെടുന്ന യാഗം അദ്ദേഹം നടക്കുന്ന സമയത്ത് അദ്ദേഹം പൂജയ്ക്കായിട്ട് കൊണ്ടുവന്ന പൂക്കളൊക്കെ വാടിപ്പോയത്രേ. അദ്ദേഹത്തിന് വലിയ വിഷമായി. യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി ഏത് പുഷ്പങ്ങൾ വെച്ച് പൂജിക്കും എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് വന്നത് നമ്മുടെ സ്വന്തം തുമ്പപ്പൂവാണ് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് ഓണക്കാലത്ത് അദ്ദേഹം നമ്മളെ കാണാൻ വരുന്ന സമയത്ത് ആ തുമ്പപ്പൂവിൻ്റെ സാന്നിധ്യം നിർബന്ധമായിട്ടും പൂക്കളത്തിൽ ഉണ്ടാവണം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നൊരു നാടോടി കഥയുണ്ട്. രണ്ടാമത്, സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹം വാമനാവതാരം എടുത്ത് ഒന്നാമത്തെ പാദം കൊണ്ട് ഈ ഭൂമിയെ അളന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാദം എവിടെയാണോ ഭൂമിയിൽ സ്പർശിച്ചത് അവിടെയാണത്രേ ആദ്യമായിട്ട് തുമ്പപ്പൂ ഉണ്ടായത്. അതുകൊണ്ട് വാമനമൂർത്തിക്ക്, തൃക്കാക്കര അപ്പനും ഏറ്റവും പ്രധാനമാണ് തുമ്പപ്പൂവ്. ഇങ്ങനെ ഐതിഹ്യ സംബന്ധമായിട്ടുള്ള ഒരുപാട് നാടോടി കഥകൾ നമുക്ക് തുമ്പപ്പൂവിനെ കുറിച്ച് കേൾക്കാൻ സാധിക്കും. എന്നാൽ മലയാളികൾക്ക് എന്തുകൊണ്ട് തുമ്പപ്പൂവിന് ഇത്രയധികം പ്രാധാന്യം കൈവന്നു എന്നുള്ളതിന് മറ്റൊരു നാടോടി കഥ കൂടി പറഞ്ഞു പോകാറുണ്ട്. അത് ഓണക്കാലത്തുണ്ടായ ഒരു തർക്കത്തെക്കുറിച്ചാണ്. ഒരു പൂക്കളത്തിലുള്ള ഒരു തർക്കം. പൂക്കളത്തിൽ ഒരുപാട് വലിയ വലിയ പൂക്കളുണ്ടായിരുന്നു. ഓരോ പൂക്കളും അവരവരുടെ കേമത്തം പറയുന്ന ഒരു രംഗമാണ് ആ ഒരു കഥയുടെ പശ്ചാത്തലം. താമരപ്പൂവാണത്രേ ഒത്ത നടുക്കുണ്ടായിരുന്നത്. താമരപ്പൂ പറഞ്ഞു, കണ്ടില്ലേ, ഈ പൂക്കളത്തിൻ്റെ നടുക്ക് ഞാനാണ് ഇരിക്കുന്നത്. സകല ദേവീദേവന്മാരും എന്നെയാണ് ധരിക്കുന്നത്, അല്ലെങ്കിൽ ചില ദേവതകളൊക്കെ ഇരിക്കുന്നത് തന്നെ എൻ്റെ പുറത്താണ്. ഇത്രയധികം വൈശിഷ്യമുള്ള ഞാനാണ് പൂക്കളിൽ ഏറ്റവും കേമൻ എന്ന് അദ്ദേഹത്തിന് തോന്നിയെന്നാണ്. ആ സമയത്ത് സൂര്യകാന്തി പറഞ്ഞത്രേ, സാക്ഷാൽ സൂര്യദേവന്റെ അനുഗ്രഹമുള്ള പൂവാണ് ഞാൻ. സൂര്യനില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് തന്നേക്കാൾ കേമൻ ഞാനാണ് എന്നുള്ളൊരു ഭാവം സൂര്യകാന്തിക്ക് ഉണ്ടായിരുന്നാണ്. ആ സമയത്ത് പനിനീർപ്പൂവ് ഇടപെട്ട് സംസാരിച്ചു അത്രേ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഗന്ധമുണ്ടോ? ആളുകളൊക്കെ എപ്പോഴും ഓടി വരുന്നത് എൻ്റെ അടുത്തോട്ടാണ്. പ്രണയത്തിൻ്റെ അടയാളമായിട്ട് എല്ലാവരും കണക്കാക്കുന്നത് എന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെക്കാളൊക്കെ കേമത്തം എനിക്കുണ്ട് എന്നാണ് പറഞ്ഞത്.
ഇങ്ങനെ ഓരോരോ പുഷ്പങ്ങളായിട്ട് അവരവരുടെ വലിപ്പം പറയുന്ന സമയത്ത് ആ പൂക്കളത്തിൻ്റെ ഒരു ഭാഗത്ത് പാവം നമ്മുടെ തുമ്പപ്പൂവ് ഒന്നും പറയാതിരിക്കുകയാണെന്നാണ് സങ്കല്പം. സ്വയം തുമ്പപ്പൂ മനസ്സിൽ വിചാരിച്ചു അത്രേ, എനിക്ക് പറയത്തക്ക നിറമില്ല, ഗന്ധമില്ല, ഞാൻ വലിപ്പത്തിലും ചെറുതാണ്, എന്നെയൊക്കെ ആരെങ്കിലും പരിഗണിക്കുമോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായി എന്നാണ്. ആ സമയത്താണ് സാക്ഷാൽ മഹാബലി ചക്രവർത്തി ഈ പൂക്കളം കാണാനായിട്ട് ആ വീട്ടിലേക്ക് വന്നത്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയത്, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കരുണ തോന്നിയത് തുമ്പപ്പൂവിനോടാണ്. ആ തുമ്പപ്പൂവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ മനസ്സിനോളം തന്നെ വെളുപ്പ് നിന്റെ ശരീരത്തിനുമുണ്ട്, നിന്റെ മനസ്സിനോളം തന്നെ വലിപ്പവും നിന്റെ ശരീരത്തിനുണ്ട്, ഞാൻ നോക്കിക്കാണുന്നത് അത് മാത്രമാണ്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തുമ്പപ്പൂവേ അത് നീയാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു തുമ്പയെന്നാണ്. അതുകൊണ്ട് തന്നെ തുമ്പപ്പൂവിൻ്റെ മാഹാത്മ്യം എത്രത്തോളം പറഞ്ഞാലും തീരില്ല. മലയാളികൾക്ക് വിഷുക്കാലത്ത് എത്രത്തോളം കണിക്കൊന്നയ്ക്ക് പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ ഓണക്കാലത്ത് പ്രാധാന്യമുള്ള പുഷ്പമാണ് ഈ പറയുന്ന തുമ്പ. ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള പുഷ്പമാണ്. സംസ്കൃതത്തിൽ ദ്രോണി പുഷ്പി എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു ചെടി ഇന്ന് നമ്മുടെ നാട്ടിൽ എത്രത്തോളം കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് സ്വയം പരിശോധിക്കേണ്ടതാണ്. പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന പല അപരാധങ്ങളും തുമ്പപ്പൂവിനെയൊക്കെ പോലുള്ള നൈർമല്യമുള്ള ഔഷധ ഗുണമുള്ള സസ്യങ്ങളെ നമ്മളുടെ വീട്ടുമുറ്റത്ത് നിന്ന് ദൂരേക്ക് അകറ്റി നിർത്തുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ തന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു ചിങ്ങമാസത്തിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള തുമ്പപ്പൂക്കളെയൊക്കെ നമുക്ക് മഹാബലി തമ്പുരാനെ പോലെ ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ. ആ തുമ്പപ്പൂവിൻ്റെ നൈർമല്യമുള്ള ഒരു ഓണക്കാലത്തെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരവേൽക്കാം. മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. ക്ഷേത്രങ്ങളിലെ ദീപാരാധനയ്ക്ക് വിവിധ തരത്തിലുള്ള ദീപങ്ങളും പദാർത്ഥങ്ങളുമാണ് ഉപയോഗിക്കുക. മുഖ്യമായി ഉപയോഗിക്കുന്നത് കർപ്പൂരമാണ്. ചാരം അവശേഷിക്കാതെ പൂർണ്ണമായി കത്തിത്തീരുന്നു എന്നതാണ് കർപ്പൂരത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കർപ്പൂരാരതി പൂർണ്ണമായ സമർപ്പണത്തിന്റെ പ്രതീകമാണ്. ഇനി കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ച. പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിലെ ശ്രീകാര്യം ജംഗ്ഷന് സമീപം ചാവടിമുക്ക് കവലയിൽ നിന്നും അലത്തറ റോഡിലൂടെ സഞ്ചരിച്ചാൽ അതിപുരാതനമായ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമുക്ക് കാണാം. ഇതാണ് പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. നഗരത്തിലെ പ്രധാന പ്രദേശങ്ങളായ ശ്രീകാര്യം, ചാവടിമുക്ക്, കാര്യവട്ടം, ചേങ്കോട്ടുകോണം പ്രദേശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുമ്പോഴും നഗരത്തിരക്കുകളില്ലാത്ത പ്രശാന്തവും ഭക്തിസാന്ദ്രവുമായ അന്തരീക്ഷം. തിരുവനന്തപുരത്തെ മഹാക്ഷേത്രങ്ങളുടെ പ്രൗഢിയോ വലിപ്പമോ ഇല്ലെങ്കിലും ഒരു ക്ഷേത്രത്തിനു വേണ്ട എല്ലാ ഘടകങ്ങളോട് കൂടിയതും വിശ്വാസത്തിന്റെ ശക്തമായ അടിത്തറയുള്ളതും സ്ഥല സൗകര്യങ്ങളോട് കൂടിയതുമായ ഒരു ക്ഷേത്രമാണ് പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പ്രധാന പാതയിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കാൻ പടവുകളോട് കൂടിയ പ്രവേശന കവാടം കാണാം. ചുറ്റുമതിലിനകത്തെ വിശാലമായ പ്രദേശത്ത് ക്ഷേത്രോത്സവങ്ങൾക്കും സാംസ്കാരിക പരിപാടികൾക്കും ആവശ്യമായ സ്ഥല സൗകര്യങ്ങളുണ്ട്. തികച്ചും കേരളീയ വാസ്തുരീതിയിൽ പണികഴിപ്പിച്ച ക്ഷേത്രമാണ് പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നമ്മുടെ ഈ ക്ഷേത്രം 1200 പരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. നമ്മൾ ക്ഷേത്രം കാണുമ്പോൾ തന്നെ അറിയാം, പഴക്കം നമുക്ക് അനുഭവപ്പെടും.
ഇവിടുത്തെ ഐതിഹ്യം ചെമ്പഴന്തി രാജാവുമായി ബന്ധപ്പെട്ടൊരു ഐതിഹ്യമാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത്. ക്ഷേത്ര ഉൽപ്പത്തിയെക്കുറിച്ചോ നിർമ്മാണ കാലത്തെക്കുറിച്ചോ കൃത്യമായ വിവരങ്ങൾ നൽകുന്ന ചരിത്രരേഖകളില്ലെങ്കിലും ആ പ്രദേശത്തെ ജനതയ്ക്കിടയിൽ കൈമാറി വന്ന വിശ്വാസങ്ങളിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നും ചില പ്രാദേശിക ചരിത്രങ്ങളിൽ നിന്നും ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ഏതാണ്ട് 1100 വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പഴന്തി രാജാവായ നാരായണര കേശവര് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ചെമ്പഴന്തി എന്ന രാജ്യത്തെക്കുറിച്ചോ അത്തരമൊരു രാജാവിനെ കുറിച്ചോ ചരിത്രത്തിൽ എങ്ങും നമുക്ക് കാണാൻ കഴിയില്ല. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരി. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാ. ഇതിന്റെ ശരി തെറ്റുകൾ വിലയിരുത്തുവാൻ 1100 വർഷങ്ങൾക്ക് പിന്നിലുള്ള കേരള ചരിത്രം നാം അറിയേണ്ടതുണ്ട്. രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരി. ഭൂതകാല പാതയിലൂടെ 11 നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് നടന്നാൽ അക്കാലത്ത് തിരുവിതാംകൂർ എന്ന ഏകീകൃതമായ പ്രബല രാജ്യം രൂപപ്പെട്ടിരുന്നില്ല എന്ന് നമുക്ക് കാണാം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ. അതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളും ഭരിച്ചിരുന്നത് നാട്ടുപ്രമാണിമാരായിരുന്നു. അവരെല്ലാം രാജാക്കന്മാരെ പോലെ അധികാരമുള്ളവരും സ്വന്തമായി സൈനിക ശക്തി ഉള്ളവരുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രാദേശിക ഭരണകർത്താവാകണം ചെമ്പഴന്തി ഭരിച്ചിരുന്ന നാരായണര് കേശവര് എന്ന് അനുമാനിക്കാം. സന്ധ്യാദീപം സന്ധ്യാദീപം. ഒരു ദിനം തന്റെ അധികാര പരിധിയിലുള്ള പ്രദേശങ്ങൾ ചുറ്റിക്കാണാൻ അദ്ദേഹം ഇറങ്ങി. അന്ന് വനമായിരുന്ന ഈ പ്രദേശത്ത് പുലികൾ ധാരാളം ഉണ്ടായിരുന്നതിനാൽ ഇവിടം പുലിയൂർക്കോട് എന്നറിയപ്പെട്ടിരുന്നു. ഈ കാട്ടുപ്രദേശത്ത് വിശ്രമിക്കുന്നതിനിടയിൽ രാജാവ് മനോഹരമായ ഒരു വേണുനാദം കേൾക്കാനിടയായി. കൊടുങ്കാട്ടിൽ വേണുനാദത്തിന്റെ ഉറവിടം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഒടുവിൽ ജ്യോതിഷികളെ വരുത്തി പ്രശ്നം നടത്തിയപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി. അതോടെ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. രാജാവിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തച്ചന്മാരെയും ശില്പികളെയും വരുത്തി ക്ഷേത്രം നിർമ്മിക്കുകയും വിഗ്രഹം കൊത്തിയുണ്ടാക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകളോളം ചെമ്പഴന്തി തറവാട് വകയായിരുന്ന ക്ഷേത്രം പിന്നീട് ശ്രീകാര്യം പോറ്റിമാരുടെ നിയന്ത്രണത്തിലായി. കാലത്തിനനുസൃതമായ പ്രയാണത്തിനിടയിൽ പല തറവാടുകളും അവയുടെ മേൽക്കോയ്മയും അപ്രത്യക്ഷമായി.
അധികാരം ഒരു കേന്ദ്രത്തിൽ നിന്ന് എന്ന രീതി വിട്ട് വികേന്ദ്രീകൃതമായി. അത്തരം പരിവർത്തനങ്ങൾ പുലിയൂർക്കോട് ക്ഷേത്രത്തിന്റെ ഭരണരംഗത്തും ദൃശ്യമായി. ഇന്ന് ക്ഷേത്രം ട്രസ്റ്റും ഉപദേശക സമിതിയും എല്ലാം ചേർന്ന് ക്ഷേത്ര ആചാരങ്ങൾ സംരക്ഷിച്ച് ഭരണം നടത്തിവരുന്നു. തികച്ചും സൗമ്യഭാവത്തിലുള്ളവനും അനുഗ്രഹദായകനുമാണ് പുലിയൂർക്കോട് മുരളീധരൻ. തുളസിമാല, വെണ്ണ, നിവേദ്യം, പാൽപ്പായസം എന്നിവയാണ് കൃഷ്ണന്റെ ഇഷ്ടനിവേദ്യങ്ങൾ എന്നതുകൊണ്ട് തന്നെ അവയ്ക്കിവിടെയും പ്രാധാന്യമുണ്ട്. ഉദയരവികിരണങ്ങൾ ക്ഷേത്രത്തിൽ വീഴും വണ്ണം കിഴക്ക് ദർശനമായി ദേവൻ കുടികൊള്ളുന്നു. കുംഭത്തിലെ ഉത്രം നാളിലാണ് പ്രതിഷ്ഠാകർമ്മം നടന്നത് എന്നതിനാൽ ഇതിനോടനുബന്ധമായാണ് ക്ഷേത്രോത്സവം നടത്തുന്നത്. അഷ്ടമിരോഹിണി, വിഷു എന്നിവയും ഇവിടത്തെ വിശേഷ ദിനങ്ങളാണ്. പുലിയൂർക്കോട് ശ്രീകൃഷ്ണൻ ഏവർക്കും സർവമംഗളവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനടയിൽ നമുക്ക് കൈകൂപ്പാം. കർമ്മങ്ങൾക്കും ഉത്തരവാദിത്ത ബോധത്തിനും മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. ഏവർക്കും ഐശ്വര്യപൂർണമായ പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.